അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ 2 ദിവസമായി നമ്മള് വിശേഷമൊക്കെ വന്നിട്ട് ഓരോ പണികളൊക്കെ ആയിട്ട്. അതെ, ഇന്ന് നമ്മൾ പണിക്കായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് എന്നും പണി തന്നെയാണ് കേട്ടോ. പണിക്കാരില്ലെങ്കിലും നമുക്ക് പണി തന്നെയാണ്. എന്തായാലും ഇത് നമ്മൾ ഈ അടുക്കളയിലേക്ക് കൂടിയിരിക്കുന്ന വരെ നമുക്ക് ഓരോരോ ചില്ലറ പണികൾ ഉണ്ടാവും അല്ലേ? നമ്മള് നടക്കണോടത്തൊക്കെ ഓരോ മുട്ടാണ്. മനസ്സ് കഴിഞ്ഞിട്ട് ഇതിലൊന്നും നടക്കാനും പോവാനൊന്നും പറ്റണില്ല. പൊട്ടക്കണ്ണാടിയിൽ നോക്കാൻ പാടില്ല, എന്നാലും ഒഴിവാക്കൂല കേട്ടോ. നമ്മള് പൊട്ടക്കണ്ണാടി അത് കറക്റ്റാക്കി പൊട്ടിച്ചതല്ലേ. ഒരു കുഞ്ഞു കഷ്ണത്തിന് വരെ നോക്കിയിട്ടുണ്ട് അല്ലേ, കളയാതെ. അപ്പൊ പിന്നെ അത് കളയൂല. അത് ഞാൻ വിളിക്കുന്നു അമ്മ മുട്ട് തലയിൽ കൂടെ ചേട്ടൻ. അപ്പൊ ഞങ്ങൾ തന്നെ ഈ മുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളെ മുതലാളിയായിരുന്നു ഞങ്ങളോടനെ എടുക്കാന്. നമുക്ക് എന്തോന്ന് എടുത്ത് നോക്കിയാലേ ബാക്കിയെല്ലാം പണി നോക്കും. പക്ഷെ നമ്മൾ അടുക്കളേന്റെ ഇവിടെ കോൺക്രീറ്റ് ഇടണം കേട്ടോ. നിലം കോൺക്രീറ്റ് ഇടുന്നത് റഫി തന്നെയാണ്. ഞങ്ങൾ തന്നെ ഒരു കൈ നോക്കാണ്. നാളെ മുകളിൽ നമ്മള് ആ ബണ്ട് കെട്ടിയപ്പോ പറയുന്നത് ആരെക്കൊണ്ടെങ്കിലും എടുപ്പിച്ചുകൂടെ, നമ്മൾ എടുക്കാനായിട്ട് പാവം തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെടുക്കുമ്പോ നമ്മളെ വീടിനെ നമ്മളെടുക്കുമ്പോ നമുക്ക് നിച്ച ആയിക്കോളും. പിന്നെ എന്താ പറയാ, എടുക്കാം എന്താ ഇപ്പൊ എടുക്കണേനും പ്രശ്നമൊന്നും ഇല്ലല്ലോ. പാറും നോക്കിയല്ല ചടക്കത്തിലിരിക്കുന്നത്. ചീത്തട്ടിട്ടുണ്ട് ഒരാൾക്ക്. കണ്ണ് തെറ്റിയാ ഓടുകയാണേ. അപ്പം മൊത്തം നല്ല നിച്ചുണ്ട് കേട്ടോ. ചീത്ത പറഞ്ഞാൽ മുഖത്തേക്ക് നോക്കണുണ്ടല്ലേ. നേരത്തെ ആ സ്റ്റെയർമ കൂടെ അങ്ങോട്ട് ഓടിപ്പോയിട്ടേ പേടിച്ച് ഞങ്ങള്. വേറെ പൂച്ചകള്, നാടൻ പൂച്ചകൾ അവിടെ മുകളിലുണ്ടേ, കടിച്ച് കീറൂലേ. ഈ കല്ലും ഇത് വേസ്റ്റൊക്കെ പുറത്തേക്ക് കറക്റ്റ് കൊത്തി ലെവലാക്കുക. എന്നിട്ട് വേണം കോൺക്രീറ്റ് ഇടാൻ. ഞങ്ങൾ ആ മൂലക്കില് കുറച്ച് നാൾ ബാക്കിലിട്ടതാ. ആ അത് നോക്കട്ടെ കേട്ടോ. ഓർത്ത് വെച്ചേന്നു. അത് കറക്റ്റ് അളവ് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര സിമെന്റ്, ഇത്ര മെറ്റല് ഒക്കെ നമ്മൾ കറക്റ്റ് കണക്കുണ്ടേ. അപ്പൊ അതിനനുസരിച്ചാണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ ആദ്യം ഈ മുട്ടിനെ ഇവിടുന്ന് മാറ്റട്ടെ. നമുക്ക് പെട്ടെന്ന് ഇനിയിപ്പോ തേപ്പ് കഴിച്ചിട്ട് ഇന്നിപ്പോ അടുത്ത ആഴ്ചയൊക്കെ അടുത്ത ശനിയാഴ്ചയൊക്കെ മുട്ട് തട്ട. പിന്നെ ഞങ്ങള് പെട്ടെന്ന് വരും. പെട്ടെന്ന് പറഞ്ഞാൽ ഫെബ്രുവരിക്കാണ് നമ്മളൊരു കണക്ക് കൂട്ടി വെച്ചത്. കാരണം ഇതെന്താ വെച്ചാ ഇത് തേക്കുക, അടുപ്പ് വെക്കാ പോരാ. അപ്പൊ ഇന്നേക്ക് നമ്മള് ചൊവ്വാഴ്ചയാണ് വാർപ്പ് കഴിഞ്ഞത്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 5 ദിവസമായി ഇന്നേക്ക് കേട്ടോ. അപ്പൊ ഞങ്ങൾ അതേ മുട്ട് തട്ടിയിട്ട് ഇവിടെ ഒന്ന് ആ മുട്ട് മാറ്റണം, ഇത് മാറ്റണം, ഇവിടെ ഒക്കെ മാറ്റിട്ട് ഇവിടെ മോളിക്ക് എടുത്തിട്ടോ. മോളിക്ക കിട്ടില്ല ആ അത് ലൂസാവണ നോക്കണ്ടോ. അടിയത്ത് കൈ കൊടുങ്ങും. ഫുള്ള് കച്ചറല്ലേ അമ്മ. കച്ചറകളൊക്കെ ഒഴിവാക്കിയാ വേസ്റ്റിലിട്ട് ഇട്ടാലേ കൊണ്ടോ. മോളത്തെടുക്കുക, അവിടെ അടി നിർത്താൻ കിട്ടൂല. പരിപാടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. താത്ത അടിച്ചു തരുന്നുണ്ടോ? ചുമപ്പിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് ചുവപ്പാട്ടെ. ആ ക്രിസ്മസിന്റെ പരിപാടി ഞങ്ങള് വേറെ കുറച്ചുണ്ട് അല്ലേ. ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ പരിപാടി ഒന്നും അല്ലേ. ഇതുവരെയായിട്ട് ഇങ്ങനെ ക്രിസ്മസ് പരിപാടി ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടോ? ഓക്കെ. അപ്പൊ ഈ ഇങ്ങനത്തെ പരിപാടി പുല്ലൊന്നും വെച്ചിട്ടില്ല. നിങ്ങള് പൈസ ലാഭിക്ക ശരിയ, പൈസ ലാഭിക്ക. ഇത് കളയ്ക്കും വേണേ. പാറോ നോക്കണോക്ക. ഇവിടെ എന്താ പണി ഇപ്പൊ? എന്താ പണി പാറോ? നോക്കണം ഈ കുത്തൊക്കെ എടുത്തിട്ടപ്പൊ ഇപ്പൊ ഫുള്ള് ഭാഗം റേക്കായിട്ടാ. ഫുള്ള് റേക്ക്. ഈ ഭാഗം വേണ്ടില്ലേ?
നമുക്ക് വേറെ കുറെ തടസ്സങ്ങളുണ്ട്. ശ്രദ്ധിച്ചില്ല. അമ്മേന്റെ പണിയാണ് 4 ഭാഗം റേക്കാണ്. ആ വരുന്നു ഇപ്പൊ പറഞ്ഞോ. വടിയെടുത്ത ഓടുന്ന ഞാൻ കാണിച്ചു തരാം. പേടിപ്പിച്ച് വളർത്തറി ഞാന്. ആ വരുന്നു. എവിടെ അപ്പൂനെ പഠിപ്പിക്കാൻ പറ്റില്ല കൊണ്ടോ എന്റെ കയ്യിലിട്ടോ. ഞാൻ മാറ്റാം. ഇപ്പൊ ക്ലീൻ ആയില്ലേ? ഞങ്ങൾക്ക് ഇന്ന് നനച്ചിട്ടില്ല കേട്ടോ. വാർപ്പിൻ്റെ മുകളിൽ നനയ്ക്കാൻ പോകണം. കുറേ നേരം വേണം. ആ കുഞ്ഞ് ഓസിൽ കൂടെ വരുന്ന വെള്ളമല്ലേ, അപ്പോൾ കുറേ നേരം നിന്നിട്ട് വേണം മുകളിൽ നനയ്ക്കണം എന്നുണ്ടെങ്കിൽ. മണ്ണത്തിൽ എടുക്കണ്ടേ? പോരെങ്ങോട്ടാ ഒരു തവളേനെ കണ്ടിട്ട് പോറേ. അതിനാണ് നോക്കി ഇങ്ങോട്ട് അപ്പൊ എന്നിട്ടാ എങ്ങോട്ടടി പെണ്ണെ അടിയിട്ടണാ? ഞങ്ങളൊന്ന് നനച്ച് വരട്ടോ. നനച്ചൊരു അടയാളം പോലും ഇല്ല. ഉണങ്ങി നിക്ക. തുള്ളി വെള്ളല്ല. ഇവിടെ തലക്കില് തുള്ളി നനവുണ്ട്, വേറെ എവിടെ ഇല്ല. എന്താ വരുന്നുണ്ട്. എന്താ ചെറിയ ഓസ് കൂടെ അല്ലേ, അപ്പൊ കൊറേ നേരം നിക്കണം. അപ്പം ഇന്നലത്തെ പരിപാടി നമ്മളിവിടെ നിർത്തി വെച്ചിട്ടോ. പണി കുറച്ച് നമ്മളിവിടെ ക്ലീൻ ആക്കിയിട്ട് വെച്ചു. പിന്നത്തെ പണി ഇതാ നമ്മൾ അപ്പൂസാണ് കേട്ടോ ഏറ്റെടുത്ത്. ഇതാ ഇവിടെ അപ്പൂസ് എന്താ പണി? എവിടുന്ന്? അതിനുള്ളത് വേസ്റ്റ് വാനോ ആയിക്കൂടെ ഉണ്ടോണേ? എന്നിട്ട് മറ്റേ ബാത്റൂമിലേക്ക് ആക്കേ. പിന്നെ വേറെയും പണി എപ്പോഴും എടുക്കണേ? സ്കൂള് അപ്പൊ വയറിങ് പിന്നെ ഇത് കുത്തണ്ടേ? സിങ്കിനുള്ള കുത്താൻ പറഞ്ഞിട്ടല്ലേ? ഒക്കെ റെഡി ആയി കേട്ടോ. ഇതിലല്ലാതെ നമുക്ക് അന്നൊരു പാൾട്ട് പറ്റിയല്ലോ. ഇതില്ല ഒരു പാൾട്ട് പറ്റിയാണ് അന്ന്. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ആക്കണം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ടൈൽസ് ഒക്കെ പോകും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കും. പിന്നെ അവിടെ ഓളിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഓളിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളും വൃത്തിയാക്കി അടിപൊളി കോൺക്രീറ്റ് ചെയ്താൽ മതി. നമ്മളെ കട്ടയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അവിടെ കട്ടയൊക്കെ ഇറക്കിയിട്ടുണ്ട്, കമ്പി ഇറക്കിയിട്ടുണ്ട്, ജനലിന് കമ്പി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കെട്ടണം. തൊഴിലുള്ള ദിവസം വൈകുന്നേരം വരെ ഞങ്ങൾക്ക് തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയൊന്നും തീർത്തില്ല. പിന്നെ അപ്പൂസിന് ലീവല്ലേ, ഇന്നും ട്യൂഷൻ. രാവിലെ ഇറങ്ങിയ അമ്മ എന്തൊക്കെ സ്പെഷ്യൽ? നമുക്ക് നല്ല സ്പെഷ്യലുകളൊക്കെ ഉണ്ട്. പാട്സ് വരട്ട്, പിന്നെ മുരിങ്ങ മുരിങ്ങായ്പില്ലാത്ത ദിവസമല്ലേ നമുക്ക്. നമ്മളപ്പുറത്ത് ആമിനത്താത്ത കുറച്ച് മുരിങ്ങ തന്നിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങക്കറി ഉണ്ടാക്കി. പിന്നെ പൂള പോയില്ലേ, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ 4 കിലോ 100 പൂള. അപ്പോൾ ഇന്നലെ പാർട്സ് വാങ്ങിയിരുന്നു. അപ്പോൾ ചിക്കൻ്റെ പാർട്സ് അത് വെച്ച് രാവിലെ തന്നെ. അപ്പം എനിക്ക് പൂളയും കറക്റ്റായിട്ട് കിട്ടി. നമ്മളെ പാറു ഉറങ്ങും കേട്ടോ. പാറു നല്ല ഉറക്കാണ്. എല്ലാവരും ഉറങ്ങുന്നത്. കാരണം എന്താ, നല്ല തണുപ്പാണ്. 2 ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ്. ചാടിയ ഓളം മേത്തിക്കൂടെ ആകുമ്പോ ചളിയാ പോയി.
ഉണ്ടാക്കട്ടെ കേട്ടോ തിന്നാന്. കപ്പൂസ് കുടിച്ചിട്ടൊന്നുമില്ല. രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. കുത്തി പൊളിക്കാൻ വല്ലതുണ്ടോ ചോദിച്ച്. അത് ഉയരം കിടക്കണം. അപ്പൊ ഞാൻ കുത്തി പൊളിച്ചാണ്. അല്ല എന്താ കാട്ടണേ? അല്ലത് ഒരു സ്വൈരം തരണ്ടേ? ചോദിച്ചിട്ടുണ്ടോ കുത്തി പൊളിക്കണ്ട? അത് അവിടെ തന്നെയാണ്. അല്ലാതെ പറഞ്ഞ് മോളിക്ക് കഴിഞ്ഞാൽ സ്ലാബ് ആ റാക്ക് മെല്ലെ 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 കട്ട് ഇതാക്കും പോലെ. അപ്പൊ സാർ നമുക്കത് കൊണ്ടുവരണോ? ഇന്നലെ പരിപാടി കഴിഞ്ഞു. പുൽക്കൂട്ടി നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞു. അതും പുതിയ തന്നെയാണ്. അപ്പൊ ഒക്കത്തിനും റെഡിയാണ് അവന്. റെഡിയാണ്. കുറെ സാധനങ്ങളൊക്കെ വാങ്ങണം. ഞാൻ വിചാരിച്ച നമ്മളെ പ്ലാവില്ലേ ഇതിനൊന്നൊരു ട്രീ ഒന്ന് അലങ്കരിക്കണം എന്നൊക്കെ എന്റെ മനസ്സിലാണ്. കാരണം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അന്ന് നമ്മള് ക്രിസ്മസ് പരിപാടി മാത്രം എന്താ ഉണ്ടാക്കാത്ത നമ്മള്. അത് നമുക്ക് എന്താ വെച്ചാല് ഇവിടെ വല്ലാതെ ഇല്ല, അതുകൊണ്ടാണ്. ഇവിടെ ആഘോഷിക്കാന്നാല് എന്താ പറയാ, ഇവിടെ ഒന്നാമത് ഈ ഭാഗത്തേക്ക് അങ്ങനെ കുറവാണ്, ആരും ഇല്ല കേട്ടോ. ഒരു ഏട്ടന് ഒരു ഉള്ളു, ഒരാള് ജോസേട്ടൻ. അപ്പൊ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കാറ്. നമുക്ക് ചെയ്യണം നോക്കണ്ട, നമുക്ക് നക്ഷത്രം തൂക്കലൊക്കെ ഉണ്ട്. നമ്മൾ വെക്കലുണ്ട്. നമ്മള് പഴയ വീടിന് വെച്ചിരുന്നു, പുതിയ വീട്ടിക്ക് വെച്ചിട്ടില്ല. അത് വെക്കാനൊരു ഇത് കൊണ്ടല്ലേ. അപ്പൂസിന്റെ പണി അതാണ് എന്ത് മറ്റേ വിളിക്കല്ലേ കേട്ടോ, മറ്റേ കല്ല് വിളിക്കല്ലേ കേട്ടോ അപ്പൂസ്. ആ കല്ല് വിളിക്കല്ലേ. 8 ഇഞ്ച് പൈപ്പെല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ആ ബാത്റൂമിക്കാണ് വിടും ഇതിന്റെ വേസ്റ്റിന്റെ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട, അവിടെ നിന്ന് കുത്തിക്കോ. ഇവിടെ കുത്തിച്ച ബാക്കി പിന്നെ കുത്ത അവിടെ നിന്ന് ഇങ്ങോട്ട്. ആ അപ്പൂസ് എന്തിനുള്ള പരിപാടിയാണ്? ആ മോളിൽ കൂടെ വിടുക, അടി അടക്കേണ്ടി വരും. ആ മോളിൽ കൂടെ വിടുക, മോള് കറക്റ്റ് ആക്കണം. നമുക്കവിടെ മുട്ട കെട്ടിയില്ല, അതാണ്. മുട്ട കെട്ടി നമുക്ക് കുറേ പരിപാടികളുണ്ട് കേട്ടോ. മുട്ട കെട്ടിയാലേ നമ്മൾ അടപ്പൊക്കെ അടച്ച് വെക്കല്. അടപ്പ് വെച്ചാലേ ആകെ ഒരു കൂടാവും അല്ലേ. അപ്പൊ കുറച്ച് വെക്കണുള്ളൂ നമ്മള്. ഇപ്പൊ വെക്കണില്ല കേട്ടോ, അതൊക്കെ പിന്നീട്. ഇപ്പൊ നമ്മള് തേക്കുക, ഇന്നലെ പറഞ്ഞ തേക്കുക, മെല്ലെ പോരി അടുപ്പ് വെക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ പിന്നെ. ഈ ഗ്യാസ് മേലെ ഇങ്ങനെ ശരിയാവില്ല ഫുൾ ടൈം. പൂള കണ്ടിട്ട് തോന്നുന്നു ഭയങ്കര വിശപ്പുണ്ടെന്ന്. എന്താ നല്ല അടിപൊളി പൂളയൊക്കെ 100 റുപ്യക്ക് 4 എങ്ങനത്തൊക്കെ ഉണ്ടാ. പൂള കൃഷി ചെയ്യണ എങ്ങനെ മുതലാക്കുക അല്ലെ ആൾക്ക്. എന്താ ചെയ്യണം, കുടുങ്ങിണ്ടാവും. 4 100 റുപ്യ തന്നെ ഉണ്ടാ. ഞങ്ങൾക്ക് വേണ്ട, ഞാൻ കട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പൂസ് കുറച്ച് കഴിഞ്ഞാൽ കെട്ടും. അപ്പൂസിന്റെ പണിയുണ്ട്. സിമെന്റ് ഉള്ളിൽ ഞാൻ കട്ടയും കൊടുത്ത് അങ്ങനെ കെട്ടണം. പണികളുണ്ട്. നമ്മളെ വേക്കൊക്കെ കാണിച്ചു കൊടുത്ത ഷിജ കെട്ടിയൊക്കെ വീഡിയോ കാണിച്ചില്ല. നമുക്ക് കൊറേ മെറ്റലൊക്കെ നമുക്ക് കൊറേ ബാക്കിയില്ല. പാടിക്കൂടെ ഇതൊക്കെ ചെയ്യണം. ഇവിടെ എന്നും പണി അതുകൊണ്ട് നമുക്ക് തിരക്കാണ്. വലിയ പണിക്കാരല്ലേ, നമുക്ക് പണിയുണ്ട്. അപ്പൂസ കഴിഞ്ഞോ? റെഡി ആയില്ലേ? അതിൻ്റെ ഉള്ളിൽ കുത്തലെന്നെ. അത് പറഞ്ഞ മുട്ട ഇട്ടരുത് കേട്ടോ. ഞാൻ അദ്രമാനോട് ചോദിച്ചിട്ടേ ഓൻ അതിൻ്റെ ഉള്ളിലെത്തി. കല്ല് പൊട്ടരുത് കേട്ടോ, ഇടിയരുത് കേട്ടോ. കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ബാക്കി പണികളൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നാളെ കാണാം.